ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ വീഡിയോസ് അല്ല കേട്ടോ, ഉച്ചക്കത്തെ വീഡിയോസ് തൊട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങൾ കാണാം. മീൻകറി വെക്കാനായിട്ടാണേ. ഇന്ന് കിട്ടിയ മീൻ തന്നെ തൂളി കേട്ടോ. ഞാൻ വെട്ടിയെല്ലാം കഴിഞ്ഞു. നമ്മുടെ സാധാരണ മുളക് കറിയാണ് വെക്കുന്നത്. രാവിലത്തെ തൊട്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. എടുക്കാതിരുന്ന വേറൊന്നും കൊണ്ടല്ലായിരുന്നു. രാവിലെ ഇച്ചിരി ധൃതി വെച്ചുള്ള ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വേണം ഉച്ചക്കത്തേക്കുള്ള റെഡിയാക്കി. രാവിലെ ചേട്ടന് പോകണമായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പം അത് കഴിഞ്ഞ് എനിക്കിനി ഉച്ച കഴിഞ്ഞ് പറമ്പിലോട്ട് ഇറങ്ങണം. അങ്ങനെ കുറേ ഉച്ച കഴിയുന്നതിന് മുന്നേ മിക്കവാറും ഇറങ്ങും. കുറേ പരിപാടിയുണ്ട്. അതെല്ലാം ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കണം. കുറേ ദിവസം കൊണ്ട് അതൊക്കെ ചെയ്യണമെന്ന് ഓർത്ത്. അപ്പം ചേട്ടൻ വരുന്നതിന് മുന്നേ എനിക്കതൊക്കെ ചെയ്ത് തീർത്തേച്ച് കുറേ കാര്യങ്ങളുണ്ട് പറയാം കേട്ടോ. എല്ലാം പറയാം, വീഡിയോയിലൂടെ കാണിക്കാമേ. അപ്പം നമ്മുടെ മീൻകറി വെക്കാനായിട്ട് ഉള്ള മുളകും എല്ലാം ചേർത്ത്, മുളക് ചേർത്ത മീൻകറിയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ മീൻകറി ആയിട്ടോ വെക്കുന്നത് എല്ലാത്തിനും. പിന്നെ ചിലപ്പോഴൊക്കെ തേങ്ങ അരച്ചൊക്കെ വെക്കും. അതിവിടെ ഒന്നാമത് ഇവർക്കാർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനതൊന്നും വെക്കുകയില്ലാത്തത്. നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രമല്ലല്ലോ, ഇവിടെ ഉള്ളവരുടെ ഇഷ്ടങ്ങളും നോക്കണ്ടേ. ഇവർക്ക് കണ്ണന് ഇഷ്ടമാണ്, പക്ഷെ എന്നാലും ചേട്ടൻ അതിനോട് വലിയ താല്പര്യം അങ്ങ് പറയാറില്ല. കണ്ണൻ പിന്നെ ഏത് കറി കൊടുത്താലും അങ്ങനെ വലിയ കുഴപ്പമില്ല. മീൻകറി ഇങ്ങനത്തെ കറിയൊന്നും വലിയ എരിവുള്ളതൊന്നും വലിയ ഇഷ്ടമുള്ളതൊന്നുമില്ല. എന്നാലും തൈരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ കഴിച്ചോളും. ഞാൻ ഇനി ഇതിനകത്തിനുള്ള പുളിയും കൂടെ എടുത്തുകൊണ്ട് വരട്ടെ. 2 കഷ്ണം പുളിയും കൂടെ ഇട്ടു. ഇനി നല്ലപോലെ തിളച്ചതിന് ശേഷമേ ഞാൻ മീൻ എടുത്തോളേ. കുറച്ച് മീൻ ആദ്യമേ എടുത്ത് വെട്ടി ഞാൻ വറുക്കാനായിട്ട് എടുത്ത് വറുത്ത് കേട്ടോ. കണ്ണന് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ കണ്ണന് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി. അവൻ രാവിലെ വലിയ ഇതായിട്ട് കാപ്പി ഒന്നും കുടിച്ചില്ല കേട്ടോ. ഒരു ഇച്ചിരി കഴിച്ചുള്ളൂ ദോശ. അപ്പോൾ അതുകൊണ്ടൊന്നും അപ്പോൾ അവന് തൈരും മീനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മീൻ വറുത്തതും കൂട്ടി കണ്ണന് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇതുണ്ട് നമ്മുടെ മീന്. കഴിഞ്ഞ ദിവസം ഞാൻ വെട്ടിയപ്പോഴത്തേക്ക് അജിത ചേച്ചി പറഞ്ഞായിരുന്നു മീനിൻ്റെ തൊലി പൊളിച്ചിങ്ങനെ കളയാം, അജിത വെറൈറ്റി. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു മീൻ ഇങ്ങനെ തൊലി പൊളിച്ച് എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. എൻ്റെ പൊന്നി ചേച്ചി, എടുക്കാൻ പറ്റുന്നവർക്ക് പറ്റും കേട്ടോ. ഇത് കണ്ടോ, നല്ലപോലെ തൊലി നമുക്ക് പൊളിച്ചെടുക്കാം. ഈ സൈഡൊക്കെ തൊലി പൊളിച്ചതാണ്, ഇതിൻ്റെ ഈ സൈഡൊക്കെ. പക്ഷെ അപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ മൊത്തം ദശ ഇങ്ങി പോകുന്നു. ലാസ്റ്റ് എനിക്ക് തന്നെ തോന്നി മീൻ മുള്ളു മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ അത് ചെയ്യാൻ അറിയാവുന്നവർക്കുണ്ടല്ലോ നല്ല വൃത്തിക്ക് പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എനിക്കറിയാൻ മേലാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇത് അങ്ങനെ സംഭവിച്ചല്ല കേട്ടോ. ഇത് ഞാൻ മുറിച്ച് വെച്ചേക്കാം. നമ്മൾ ഈ തൂളിയൊക്കെ മുള്ളല്ലേ ഭയങ്കരമായിട്ട്. അപ്പം ഇങ്ങനെ നടുക്കൂടെ കീറി വെച്ച് ഇതിങ്ങനെ വരഞ്ഞ് വെച്ച് നമ്മൾ വറക്കാൻ എടുക്കാമെങ്കിൽ ഉണ്ടല്ലോ നല്ലപോലെ അതിൻ്റെ ഇതുണ്ട്. ഇതുപോലെ മൊരിച്ച് വറുത്തെടുക്കാമെങ്കിൽ പിള്ളേർക്കും ഒക്കെ കഴിക്കാം. മുള്ളൊരു ശകലം പോലും വരത്തില്ല കേട്ടോ. മുള്ളുണ്ട്, പക്ഷെ അതെല്ലാം അങ്ങ് മൊരിഞ്ഞ് നമ്മൾ കടിക്കുമ്പോഴത്തേക്ക് അങ്ങ് പൊടിഞ്ഞു പോകും. അതുപോലെ എടുക്കണം. അപ്പം നമ്മുടെ മീനിൻ്റെ ഗ്രേവിയൊക്കെ തിളച്ച് ഇനി അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുണ്ടോ, ചിലതിൻ്റെയൊക്കെ തൊലി ഞാൻ പൊളിച്ച് നോക്കിയേ, പക്ഷെ ശരിയായില്ലെന്നേ. വെറുതെ ഞാൻ മീൻ മൊത്തം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഞാൻ പിന്നെ നമ്മുടെ സ്വന്തം പരിപാടി തന്നെ ചെയ്തു. അല്ലെങ്കിൽ അപ്പടി അങ്ങ് പോയി കിട്ടിയേനെ. അറിയാവുന്നവർക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഒരെണ്ണത്തിൻ്റെ ഒരു ഇച്ചിരി പൊളിച്ചപ്പം വന്നായിരുന്നു, പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള സ്ഥലം എല്ലാം ഉണ്ടല്ലോ അങ്ങ് ചെത്തിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വരാതെ അറിയാവുന്നവർക്ക് പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ടാണ്, അല്ലാതെ ചേച്ചി പറഞ്ഞു തന്നത് കുഴപ്പമുള്ളതൊന്നുമല്ല കേട്ടോ. എളുപ്പമുള്ളവർക്ക് എളുപ്പമാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ എടുത്തപ്പോൾ എനിക്കൊരു വശം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ശരിയായില്ല. വേണം മീൻകറിയൊക്കെ ഇനി അടുപ്പായിരുന്നു നല്ലപോലെ ഒന്ന് വേകട്ടെ. ഇത് ഇന്നലെ ഞാൻ ഉറയൊഴിച്ച് വെച്ചാണ്. പാല് ശരിക്കും വെള്ളമൊക്കെ പറ്റിച്ച് ഉറയൊഴിച്ച് വെച്ചതാണ്. നല്ല കട്ട തൈരായിട്ട് മീൻകറി റെഡിയായി. കണ്ണന് വിശക്കുന്നുണ്ടോ കഴിച്ചിട്ടോ. അവൻ തൈരും മീൻ വറുത്തും കൂടി കഴിക്കുമായിരുന്നു. ഒഴിക്കട്ടെ, ഇച്ചിരി ഒഴിച്ചോളടാ. തൈരുള്ളതുകൊണ്ട് പിന്നെ അത്രയും എരിവ് വരത്തില്ല. ഏത് എങ്ങനെ മീൻകറിയും തൈരും കൂടെ കഴിക്കുന്നോ? വേണോ? ഈ മീൻ വേണോ എനിക്ക്? നോക്കി കഴിക്കണം. ഈ വറുത്ത മീനല്ല, കറി വെച്ച മീൻ വേണമെന്ന് വെച്ചാൽ നോക്കി കഴിക്കണം. മുള്ളാണ് കേട്ടോ. നിൽക്കാൻ തവിയും കൊണ്ട് വരുന്നു.
ഇത് പക്ഷെ വലിയ മീനാണ്, അതുകൊണ്ട് ഒത്തിരി മുള്ള അങ്ങോട്ട് വരികയില്ല. വലിയ മീൻ വലിയ മുള്ളില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇച്ചിരി ദശയുണ്ട് അതിനകത്ത് കഴിക്കേണ്ടത്. നോക്കി കഴിക്കണേ. വെള്ളം എടുക്കണം. അച്ചു, നിനക്ക് ചോറ് തരട്ടെ? ഞാൻ കഴിച്ചോളാം, ഞാൻ അച്ഛൻ വന്നിട്ട് കഴിച്ചോളാം. എടി നീ കഴിച്ചോ, ഞാൻ അച്ഛൻ വന്നിട്ട് കഴിച്ചോളാം എന്ന്. അച്ഛൻ ഇപ്പോൾ വരും. നീ ചോറിനെന്നേക്ക് ഉണ്ട്, ഞാൻ വിളമ്പാൻ പോവാം. നീ അവിടെ ഇരുന്നോ കേട്ടോ, കഴിക്കണ്ട. കണ്ണന് ചോറൊക്കെ കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ് അച്ചു ഞാനും കൂടെ കഴിച്ചോട്ടോ. ചേട്ടൻ വരാൻ കുറച്ചുകൂടെ താമസിക്കുമെന്ന് പറഞ്ഞ് അന്നേരം പിന്നെ ഞാൻ പതിയെ പറമ്പിലോട്ടങ്ങ് ഇറങ്ങി കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചെയ്തതിനൊക്കെ ഇച്ചിരി ഇച്ചിരി പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇച്ചിരി മണ്ണ് എടുക്കാനായിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇന്നാൾ പച്ചക്കറി നടാൻ വേണ്ടി കുറച്ച് മണ്ണ് കൂട്ടിയിട്ടതായിരുന്നു. അപ്പോൾ അത് വലിയ കട്ടിയില്ല, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെറുതായിട്ട് തൂമ്പ കൊണ്ടുവന്ന് എടുക്കുമ്പോഴേ ഇങ്ങനെ പോരുന്നുണ്ട്. അങ്ങനെ ഇളക്കിയെടുക്കാം. മഴയൊക്കെ നനഞ്ഞ് കിടക്കുന്ന മണ്ണാണ്. അപ്പം അന്ന് പച്ചക്കറിയൊക്കെ നട്ടിട്ട് ഒന്നും ശരിയാകാതെ വന്നപ്പോഴത്തേക്ക് മണ്ണ് കൂട്ടിയത് അവിടെ തന്നെ ഇട്ടായിരുന്നു കേട്ടോ, നേരത്തെ ഇട്ടില്ലായിരുന്നു. അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ചുവാണ് എന്നെ സഹായിക്കാൻ വന്നേക്കുന്നത്. അപ്പം ഞാൻ മണ്ണ് വാരി ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ കൊണ്ടുവെക്കും. മേളിൽ നിന്ന് കയറ് കെട്ടി അത് വലിച്ചെടുക്കാനായിട്ടാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പുറത്തോട്ട് ചുറ്റി കറങ്ങി അങ്ങ് പോകണം കേട്ടോ, അത് ഇച്ചിരി പാടാണ്. അപ്പം അതുകൊണ്ട് അച്ചുവിനോട് ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. ഒത്തിരി നമ്മൾ എടുക്കണം, ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി അങ്ങ് ചെല്ലേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് ഇച്ചിരി പാടാണ്. അപ്പോൾ അച്ചു പറഞ്ഞു എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പല എല്ലാ സാധനങ്ങളും ഇവിടുന്ന് മേളിലോട്ട് എടുക്കുന്നത് എങ്ങനെയാണ്, വിറകാണേലും പിന്നെ ഇവിടുന്ന് കട്ട എടുക്കുന്നതും എല്ലാം ഇങ്ങനെയാണ്. ഞങ്ങൾ ഇങ്ങനെ കയറ് കെട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മണ്ണൊക്കെ എടുക്കാനായിട്ട് തുടങ്ങണം. ആദ്യം ഒരു കൊച്ചു ബക്കറ്റിലോട്ടാണ് കുറേ ചെറുക്കണ്ട് വെട്ടി അന്നേരം ഇളകി വരുന്ന സൈസ് മണ്ണാണ്, വലിയ കട്ടിയൊന്നുമില്ല. പിന്നെ ഉണങ്ങി കിടക്കുന്നതിൻ്റെ ഒരു ചെറിയ ഇതുള്ളൂ. എന്നാലും പെട്ടെന്ന് ഇളകി ഇങ്ങി വരുന്നുണ്ട്. നല്ല പൊടി പോലത്തെ മണ്ണാണ്. അപ്പം അത് ചെടി നടാനായിട്ടാണ്. അപ്പോൾ അതിനകത്തേക്ക് ഇനി നേരത്തെ ഞാൻ പച്ചക്കറിക്കൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ മണ്ണ് ഗ്രോ ബാഗിനകത്തും ടയറിനകത്തും ഒക്കെ ഒരുപാട് നിറച്ചുകൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെ അത് പിന്നെ ബക്കറ്റിലല്ല, ഈ സഞ്ചി ഉണ്ടല്ലോ നമ്മുടെ ഈ 10 കിലോയുടെയൊക്കെ അരി മേടിക്കുന്ന സഞ്ചി, അതിനകത്തോട്ട് മണ്ണിട്ടേച്ച് കെട്ടി വലിച്ചെടുക്കുമായിരുന്നു. അപ്പം അന്ന് കണ്ണനും ഒക്കെ ഉണ്ട്. ഇന്ന് കണ്ണൻ ഇച്ചിരി ഇടങ്കേടാണേ, ഒരു ചെറിയ മൂശാട്ടൊക്കെ ആയിട്ട് നിൽക്കും. അതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് വരുന്നില്ല. അവൻ സൈക്കിളും ചവിട്ടി അവളെ തോണ്ടി വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനും വെച്ച് ഇവരാരെങ്കിലും ഒരാൾ എപ്പോഴും എൻ്റെ കൂടെ ഹെൽപ്പിന് കാണും കേട്ടോ, എന്നാലേ പറ്റുള്ളൂ. അല്ലാതെ എന്നെക്കൊണ്ട് തന്നെ ഇത് മേളിലോട്ട് എത്തിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. അതുകൊണ്ട് ഇങ്ങനെ കൊച്ചു ബക്കറ്റിനകത്ത് മണ്ണ് എടുത്ത് നിറച്ചേച്ച് ഇനി അത് മേളിലോട്ട് കയറെ കെട്ടി എടുക്കാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പിന്നെ കൃഷി കാര്യങ്ങൾ, പച്ചക്കറി, ചെടി എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം കൂടി ഉൾപ്പെടുത്തി നമ്മുടെ ഒരു സാധാരണ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അത് പുറത്തിടലും പോലെ അതിൻ്റെ ഉണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, പിള്ളേരുടെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കൂടി ചേർന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുഴുവൻ വിശേഷങ്ങളൊന്നും കാണത്തില്ല. ചിലപ്പോൾ ഉച്ചവരെയുള്ളതായിരിക്കും, ചിലപ്പോൾ ഉച്ചതൊട്ടുള്ളതായിരിക്കും. അങ്ങനെയൊക്കെ മാറ്റവും വന്നേക്കാം. എന്നാലും നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേ, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അച്ചു അവിടെ നിന്ന് കയറിൽ ഇങ്ങനെ വലിച്ച് എടുക്കണം. ചില പാടാട്ടോ. എന്നാന്ന് വെച്ചാൽ നമ്മൾ വലിച്ചിങ്ങെടുക്കുമല്ലേ, നമ്മൾ ഓർക്കും വലിയ വെയിറ്റ് ഒന്നുമില്ല, പക്ഷേ ആവശ്യത്തിനുള്ള വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ അതിന്. അപ്പം അങ്ങനെ ഞാൻ ആദ്യം ഈ ബക്കറ്റിനകത്ത്, അത് കഴിഞ്ഞ് പിന്നെ സഞ്ചിക്കകത്തായിട്ടാണ് ഇങ്ങനെ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടുന്ന് സഞ്ചിക്കകത്ത് മണ്ണെടുത്ത് ഇനി അത് കയറെ കെട്ടി അതും കൂടി ഇനി മുകളിലോട്ട് കൊടുത്തു വിടുവാണ്. അങ്ങനെ ഈ സഞ്ചിയിലെല്ലാം മണ്ണ് പിന്നെ ബക്കറ്റിൽ അങ്ങനെ കുറച്ച് പിന്നെ ഇച്ചിരി തറയിലും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മണ്ണ് ഇത്ര ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് മതിയാവും എന്നുള്ള ഇതിലാണ് ചെയ്യുന്നത്. പിന്നെ ചെടിച്ചട്ടിക്കകത്തൊക്കെ കുറച്ചും കൂടെ മണ്ണൊക്കെ ഇട്ട് കൊടുക്കണേ. അങ്ങനെ എല്ലാം ചെയ്തപ്പോഴത്തേക്ക് ചേട്ടൻ വന്നിട്ടാണ്. ഞാൻ പെട്ടെന്ന് കൈയും കാലും എല്ലാം കഴുകി അകത്ത് കയറിയായി, ഇല്ലെങ്കിൽ എന്നെ വഴക്ക് പറയും. അതിനെല്ലാം അകത്ത് കയറി. പിന്നെ 4 മണിക്കത്തേക്ക് ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. അതൊക്കെ കഴിച്ച് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചേച്ച് ചേട്ടൻ പിന്നെ ഇച്ചിരി നേരം ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് കിടന്ന്. ആ സമയത്ത് വീണ്ടും ഞാൻ വെളിയിലോട്ടിറങ്ങി. ഞാൻ ഓസ് ഇട്ടേച്ച് പറഞ്ഞില്ല ഒരു പരിപാടി ചെയ്യുന്നുണ്ട്, പിന്നെ കാണിക്കാമെന്ന് പറഞ്ഞില്ലായിരുന്നോ. വേണ്ടതുണ്ട് ഇങ്ങനെ ഇതിനകത്തോട്ട് ഇവിടെ ഇങ്ങനെ ഓസ്, അവിടെ ഇങ്ങനെ ഓസുണ്ട്, അതിനകത്തൂടെ വെള്ളം ഇങ്ങനെ പോകും. ഇപ്പം താഴെ വരുവേ. അപ്പോൾ അവിടോട്ട് ഓസിനകത്ത് അതിൻ്റെ എല്ലാം ചുവട്ടിലോട്ട് അന്നേരം വെള്ളം വീഴും. കണ്ടോ കണ്ടോ, ഇവിടെ ഇതിനകത്ത് എയർ പോയ സൗണ്ടാണ് കേട്ടത്. ഈ കുപ്പിക്കകത്ത് വെള്ളം തീർന്ന് കുറച്ചേ ഉള്ളൂ ഇപ്പം, അതുകൊണ്ടാണ് കുറച്ച് തന്ന്. അല്ലെങ്കിൽ ശരിക്കും വെള്ളം അതിൻ്റെ എല്ലാത്തിനും ചൂട്ടി ചെല്ലും. ഇപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ കൂടുതലുള്ള സമയത്തുണ്ടല്ലോ, അതിനകത്തോട്ട് അങ്ങനെ അങ്ങ് ഒഴിച്ചാൽ മതി. അതിനകത്തോട്ടല്ല, ഇതുണ്ട് ഇതിനകത്ത് ഇനി കുറച്ചും കൂടെ കിടപ്പുണ്ട്. എന്നിട്ട് ഇച്ചിരി വെള്ളവും കൂടെ അല്ലാതെ അങ്ങ് ഒഴിച്ചു വിടും. എന്നിട്ട് അത് മുഴുവനും ഇതിനകത്തോട്ട് അങ്ങ് പൊക്കോളും. ഇത് കണ്ടോ,
കുറേശ്ശെ ഇങ്ങനെ തട്ടും. ഇപ്പം ഇതിനധികം വെള്ളം ഒഴിച്ച് കാണിക്കാം. താട്ട് വെള്ളം വരുന്നത് ഇത് എടുത്തിട്ട് ഇച്ചിരി പച്ചവെള്ളം കൊണ്ട് ഒഴിച്ചിങ്ങനെ കഴുകിവിട്ടാൽ ഇത് നേരെ ഇവിടുന്ന് കണ്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലായിരുന്നു, ഇന്നലത്തെ വീഡിയോ കാണിച്ചില്ലായിരുന്നു. ഓസിട്ടത് പന്ന ഓസ് ഇങ്ങനെ വെട്ടിയിട്ട് ഇനിയിപ്പോൾ ഉണക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഏലത്തിനൊക്കെ നല്ലപോലെ വെള്ളം കിട്ടാൻ, തണുപ്പ് കിട്ടണം, അല്ലെങ്കിൽ അതങ്ങ് ഉണങ്ങി നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടേക്കുന്നത്. അപ്പം നമ്മുടെ ഈ കഞ്ഞിവെള്ളവും പിന്നെ അരി കഴുകുന്ന വെള്ളമൊക്കെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഒഴിക്കണമെങ്കിൽ അങ്ങനെ കുറേ അതിലേക്കൊക്കെ ചെല്ലും. പിന്നെ തെങ്ങിൻ്റെ അങ്ങോട്ടും ഒക്കെ വെള്ളം കിട്ടും. അപ്പം ഇങ്ങനെ ഈ കുപ്പിയിലോട്ട് ഒഴിച്ച് വെച്ച് പിന്നെ അതൊന്ന് കഴുകിയെടുത്താൽ കേട്ടാൽ മതി. അപ്പോൾ ആ വെള്ളം അങ്ങ് പൊക്കോളും. അങ്ങനെ അതിനു വേണ്ടി ഞാൻ തന്നെ റെഡിയാക്കി വെച്ചാണ് കേട്ടോ. ഇങ്ങനെ ഓരോരോ ചെറിയ ഇതിനകത്തോട്ട് അലുകുളിച്ച പരിപാടിയൊക്കെ ചെയ്തെടുക്കും. പിന്നെ അതെല്ലാം കഴിച്ച് ഞാൻ നമ്മുടെ നാൾ കെട്ടിയതില്ല അതിനകം എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കുവാണ്. കാര്യം അന്ന് ഇത് കെട്ടിയിട്ടിട്ട് ഇത്രയും ദിവസമായിട്ടും അതിനകത്തൊന്നും മണ്ണിടാനോ ഒന്നും നടാനോ ഒന്നും സമയം കിട്ടിയില്ല കേട്ടോ. ഓരോരോ പണിയും തിരക്കും കാര്യങ്ങളും പിന്നെ കൈയുടെ വേനയും അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഇന്നിപ്പം ഞാൻ അതിനകത്ത് എല്ലാം ആ സിമെൻറ്റിൻ്റെ എല്ലാം വേസ്റ്റ് എല്ലാം കൂട്ടി എല്ലാം പൊടിയെല്ലാം മാറ്റി അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് അതിനകത്തേക്ക് മണ്ണ് നിറയ്ക്കാൻ തുടങ്ങുവാണേ. അപ്പോൾ കണ്ണം കിടന്ന് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും കാണിച്ച് എന്നെ ഇടിക്കാൻ വന്നതാണ്. ഞാനവിടെ ഒരു കസാരയുടെ പുറത്താണ് നിൽക്കുന്നത്. ഇങ്ങനെ ഓരോന്നും ചെയ്ത് നടക്കുന്നതല്ലാതെ ഒരു സഹായത്തിനെന്ന് പറഞ്ഞാൽ നിൽക്കുന്നില്ല കേട്ടോ. ഇന്ന് നമ്പറില്ല, ഭയങ്കര അലമ്പ. അല്ലെങ്കിൽ എൻ്റെ കൂടെ സഹായത്തിനൊക്കെ നിൽക്കുന്നതാണ്. എന്നേലും ഇച്ചിരി അലമ്പുണ്ടാക്കി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യത്തിനും സഹായത്തിന് നിൽക്കില്ല. അപ്പോൾ അച്ചുവാണ് കേട്ടോ, കഷ്ടമുണ്ട്, എനിക്ക് മണ്ണ് കൊണ്ട് തരികയും എല്ലാം ചെയ്യുന്നുണ്ട് അവൾ. അപ്പം ഞങ്ങളത് കഴിഞ്ഞാൽ മുല്ലയെല്ലാം ഇങ്ങനെ എടുത്ത് വേറെ ചട്ടിക്കകത്ത് നിർത്തിയിരുന്നതായിരുന്നു, ഇങ്ങനെ കിളിപ്പ് ആയതായിരുന്നു. അപ്പോൾ അതിന് വേരും എല്ലാം വന്നു, അതിൻ്റെ വേരാണിത്. അപ്പോൾ അത് അതിനകത്തോട്ട് ഇട്ട് ഇനി അതിൻ്റെ പുറത്തേക്ക് മണ്ണ് നിറയ്ക്കുവാണേ. അങ്ങനെ മണ്ണ് നിറച്ച് മുല്ല ഇതിൻ്റെ ഇടയ്ക്കായിട്ടാണ് നട്ടേക്കുന്നത്. എന്നിട്ട് അടിയിലും മണ്ണുണ്ട്, അതിൻ്റെ മേളിലോട്ടും മണ്ണുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും മേളിലായിട്ട് എൻ്റെ കയ്യിലൊരു ബന്ദിയുടെ ഉണ്ടായിരുന്നു. ആ ബന്ദിയുടെയും ആ ഇതും കൂടെ അതിൻ്റെ മണ്ടയ്ക്കോട്ട് എന്നിട്ട് കാര്യം ചെടി നിന്നിട്ടുണ്ടല്ലോ, ഒറ്റയൊരു ദിവസം മതി അതങ്ങ് വാടി തളർന്ന് കിടക്കാണ്ട്. അപ്പോൾ അവിടെ ആകുമ്പോഴത്തേക്കും നല്ല മണ്ണുണ്ടല്ലോ, അപ്പോൾ ഇച്ചിരി നേരം ആണെങ്കിലും വെള്ളമാണെങ്കിലും ഇച്ചിരി ഈർപ്പം അതിനകത്ത് നിൽക്കും. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ചെടിച്ചട്ടിയൊക്കെ കുറേ ചെടിച്ചട്ടിക്കകത്തൊക്കെ ചെടിയൊക്കെ മാറ്റി നടാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇച്ചിരി വലിയ ചട്ടിയാണ്, നമ്മുടെ കൊങ്ങിണി ചെടിയാണേ. അതൊരു കുഞ്ഞ് ചട്ടിക്കകത്തായിരുന്നു. ഈ ചെറിയ ചട്ടി ആകുമ്പോഴത്തേക്കുണ്ടല്ലോ, ചെടി വലുതാകുന്നതനുസരിച്ച് ഇതിൻ്റെ വേര് നല്ല ഇതാകും. അപ്പോൾ പെട്ടെന്ന് ഒരു വെയിൽ വരുമ്പോഴത്തേക്ക് അതങ്ങ് വാടിപ്പോവുകയും ചെയ്യും. അങ്ങനെ അതും എല്ലാം ഒന്ന് സെറ്റാക്കി എല്ലാം റെഡി ആക്കണമെങ്കിൽ ഇത് നമ്മുടെ വെള്ളച്ചെത്തിയാണേ, നല്ല മണമാണ് ആ പൂവിനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റോസക്കമ്പൊക്കെ പൂവൊക്കെ ഇട്ട് നിന്നൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാം ഒരു സൈഡിൽ നിന്ന് അങ്ങ് റെഡിയാക്കാൻ തുടങ്ങി. പിന്നെ ചെടിക്കൊക്കെ ഒന്ന് വളമൊക്കെ ഇടണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെത്തി ഇതിന് നല്ല മണമാണ് ഈ ചെത്തിക്ക്. അതൊക്കെ വീട്ടിലുള്ളവർക്കറിയാം. ആ പൂവിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സാധാ ചെത്തിക്കൊന്നും അങ്ങനെ വലിയ മണമൊന്നുമില്ല, പക്ഷേ ഇതിനൊരു പ്രത്യേക മണമാണ്. ഇത് വലിയ മരമാകുന്നതാണ്. അപ്പം ഞാൻ ഇതിങ്ങനെ കുടം പോലെ നിറച്ച് വലിയ മരമായി കഴിയുമ്പോണ്ടല്ലോ, അത് ഒരു ബോൾ മാതിരി വെള്ള കളർ ഇങ്ങനതായിട്ട് നിൽക്കുന്നതാണ്. ഇല പോലും കാണാത്ത പോലെ പൂവുണ്ടാവും ഇതിൽ. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചെടിച്ചട്ടിക്കകത്തെ കാടും ഒക്കെ പറിച്ച് മിറ്റം എല്ലാം തൂത്ത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് വളവും ഇട്ട് കൊടുക്കണം. അങ്ങനെ കുറേ ജോലികളൊക്കെ ആയിരുന്നു ഇന്നൊക്കെ. അപ്പം എല്ലാം ചെയ്യാൻ ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാം അങ്ങ് ചെയ്യും. അപ്പോൾ കണ്ണൻ ഇതെല്ലാം കഴിഞ്ഞേച്ച് എൻ്റെ അടുത്ത് നിൽക്കുക. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അവനകത്തോട്ട് കയറിപ്പോയതേ. അപ്പോൾ അച്ചു കാട് പറിച്ചിടുന്നു, ഞാനാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് തൂത്ത് വൃത്തിയാക്കണിരിക്കുന്നു. റോസയ്ക്കകത്ത് കൊണ്ട് കൈ ഇട്ട് കേട്ടോ, കൈ മുള്ളു കൊണ്ടെന്ന് അവിടെ കൈയൊക്കെ തൂത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം ഇന്നത്തെ ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് നടന്ന് പോവുകയാണ്. ഇനി വൃത്തിയാക്കലെല്ലാം കഴിഞ്ഞേച്ച് നമ്മുടെ ഒരു പതിവ് രീതി ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ എല്ലായിടവും ഒന്ന് നോക്കുക, ആ വൃത്തിയാക്കിയതൊക്കെ ഒന്ന് കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം. ആ പതിവ് രീതി തന്നെ എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് നോക്കി മനസ്സിലൊരു സന്തോഷം വന്നു. പിന്നെ നമ്മൾ നട്ട ചെടിയുടെ ഇതൊക്കെ ഒന്ന് എടുത്തു കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ നമ്മളിപ്പോൾ മണ്ണിട്ട് കൊടുത്തില്ലേ, മുല്ല നട്ടതിൻ്റെ കൂടെ നട്ടതും അതിൻ്റെ എല്ലാം വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാമേ. അപ്പം മറക്കണ്ട, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.